ബഹുമാന്യനായ ആദരണീയനായ പണ്ഡിത ശ്രേഷ്ഠനായ ലോകമാദരിക്കപ്പെടുന്ന ഇന്ത്യയിലെ മുസ്ലിം പണ്ഡിതനായ ശൈഖുനാ കാന്തപുരം ഉസ്താദ് അവർ, സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട MLA, CP അടക്കമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഒരുപാട് ആളുകളുടെ ഒരു പേരോടക്കമുള്ള ഒരുപാട് ആളുകളുടെ സയ്യിദന്മാരുടെയും പണ്ഡിത വരേണ്യരുടെയും സദസ്സാണ്. എല്ലാവരെയും പേരെടുത്ത് പറയാൻ കുറേ സമയം എനിക്കാണെങ്കിൽ 2:30 മുമ്പ് കൊച്ചിയിൽ എത്തുന്നത് കൊണ്ട് ഉസ്താദിനോട് പറഞ്ഞാൽ തന്നെ 1 മണിക്കെങ്കിലും പോകാൻ എന്നെ അനുവദിക്കണം. ഇവിടെ വരുവാനും നിങ്ങളെ കാണാൻ, നിങ്ങളുമായി മുശാവറത്ത് ചെയ്യുവാൻ, ഇതിലൊരു ഭാഗവാക്കാകുവാൻ സാധിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും സ്വീകരിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. I have to congratulate the architect of this gate because ഇതിന് ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു ഗേറ്റാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞ മാതിരി, അല്ലെങ്കിൽ അതിന് സ്വാഗതം പ്രസംഗിച്ച എൻ്റെ കൊച്ചനുജൻ പറഞ്ഞ മാതിരി, ഇത് സമാധാനത്തിൻ്റെ വാതിലാണ്, ഇത് സംസ്കാരത്തിൻ്റെ വാതിലാണ്, ഇത് പാണ്ഡിത്യത്തിൻ്റെ വാതിലാണ്, ഇത് രാജ്യസ്നേഹത്തിൻ്റെ വാതിലാണ്, ഈ രാജ്യത്ത് ജീവിക്കുന്നതിൻ്റെ അഭിമാനമുള്ള വാതിലാണ്. നാം ബഹുമാനപ്പെട്ട ഉസ്താദ് ജോർദാനിൽ വെച്ചാണ് തോന്നുന്നു പറഞ്ഞു, ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഇവിടെ നിസ്കരിക്കാൻ പോകാനാണ് വലിയ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞപ്പോൾ നിസ്കരിക്കാൻ പോകാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. ഈ രാജ്യത്ത് നമ്മൾ ജനിച്ചു ജീവിക്കുന്നു എന്നുള്ളത് നാം അഭിമാനമുണ്ടാവേണ്ടവരാണ്. ഇക്കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ UAE-യുടെ അനിഷേധ്യനായ നേതാവ്, അറേബ്യൻ പെനിൻസുലയുടെ നേതാവ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അവർകളായിരുന്നു വിശിഷ്ടാതിഥി. അപ്പോൾ നമ്മുടെ രാജ്യത്തോടും രാജ്യത്തിൻ്റെ ഭരണഘടനയോടും രാജ്യത്തിൻ്റെ സംവിധാനങ്ങളോടും ആദരവും ബഹുമാനവും എപ്പോഴും കാണിക്കേണ്ടവരാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അസ്സലാമു അലൈക്കും, അള്ളാഹുവിന്റെ സമാധാനം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ മർക്കസിൽ സമാധാനം വേണം, ഈ ഗ്രാമത്തിൽ സമാധാനം വേണം, നമ്മുടെ വീടുകളിൽ സമാധാനം വേണം, നമ്മുടെ രാജ്യത്ത് സമാധാനം വേണം. ഗൾഫിൽ താമസിക്കുന്നവർക്ക് സമാധാനം ഉണ്ടാകണമെങ്കിൽ അവരുടെ വീടുകളിൽ സമാധാനവും അവരുടെ കുടുംബങ്ങൾ ജീവിക്കുന്ന രാജ്യത്തും അവരുടെ ഗ്രാമത്തിലും സമാധാനം വേണം. കഷ്ടപ്പെട്ട് അധ്വാനിച്ചതാകുന്നു ഈ UAE-യിലെ 28 ലക്ഷം കൂടാതെ ഒട്ടാകെ 55-60 ലക്ഷം ജനങ്ങൾ ഈ ഇന്ത്യയിൽ നിന്ന് ഗൾഫ് രാജ്യത്ത് വസിക്കുകയാണ്. ഈ രാജ്യത്ത് പല ഞാമത്തും ബർക്കത്തും റഹ്മത്തും ഈ രാജ്യത്തേക്ക് ഒഴുകി വന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. അതിനുള്ള സൗകര്യം ചെയ്തു തന്നാൽ അവിടെ വരുവാനും ജോലി ചെയ്യുവാനും അല്ലെങ്കിൽ കച്ചവടം ചെയ്യുവാനും അതിൽ നിന്ന് കിട്ടുന്ന കാശ് നമ്മുടെ രാജ്യത്തേക്ക് അയക്കുവാനും സാഹചര്യം ചെയ്തു തരുന്ന വിശാലഹൃദയരായ ഗൾഫ് ഭരണാധികാരികൾക്ക് അല്ലാഹു ബർക്കത്തും നിഅമത്തും ഖൈറും ഇസ്സത്തും ആഫിയത്തും സമാധാനവും ഇനിയും സമ്പത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഉസ്താദിനെ ആദ്യമായി പരിചയപ്പെടുന്നത് തന്നെ ഒരു ശൈഖിന്റെ മജ്‌ലിസ് പുറത്ത് കാത്തിരിക്കുകയാണ് മണിക്കൂറുകൾക്ക് അദ്ദേഹത്തെ കാണാൻ. ഞാൻ എപ്പോഴും അത് പല സ്ഥലങ്ങളിലും എടുത്തു പറയാറ്. എന്തിനാണ് ഈ കാത്തിരിക്കുന്നത്? ഇത്രയും മഹത്തായ സ്ഥാപനങ്ങൾ ഇവിടെ കെട്ടിപ്പൊക്കാൻ നിങ്ങളെപ്പോലെയുള്ള മുതഅല്ലിമീങ്ങൾക്ക് ഇവിടെ സുഖകരമായി വരുവാനും പഠിക്കാനും അറിവ് നേടുവാനും അതിൽ നിന്ന് ആ അറിവിൽ നിന്ന് നിങ്ങൾക്ക് ജീവിതമാർഗം കണ്ടെത്തുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ മണിക്കൂറുകണക്കിന് കാത്തിരുന്നവരോട് മർക്കസിനെ പറ്റി പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി
എന്തെങ്കിലും റെക്കമെൻഡേഷൻ പലരുടെ കയ്യിൽ നിന്ന് വേണമെങ്കിൽ അതെല്ലാം കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് കെട്ടിപ്പിടിച്ച് വയർന്ന് അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിവിടെ കൊണ്ടുവന്ന് ഇത്രയും മഹത്തായ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാനാണ് അദ്ദേഹത്തിന്റെ ജീവിതം ഒഴുകിവെച്ചത് എന്നത് ആർക്കും നിഷേധിക്കാനാവാത്ത ഒരു സത്യമാണ്. ആ സത്യം ഞാൻ എവിടെയും തുറന്നു പറയാം, ഭരണാധികാരികളോടും ഞാൻ പറയാറുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു സമാധാനത്തിന്റെ ഗേറ്റാണ്, രാജ്യസ്നേഹത്തിന്റെ ഗേറ്റാവണമെന്ന് പറഞ്ഞത് നമ്മ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഉസ്താദ് എപ്പോഴും യോർദാനിൽ പോയിട്ടും പറഞ്ഞതാണ്. നമ്മുടെ രാജ്യത്തെ പുകഴ്ത്തിക്കൊണ്ടാണ് അദ്ദേഹം അവിടെ സംസാരിച്ചത്. നമ്മുടെ രാജ്യത്തിൽ ജീവിക്കുന്നു എന്നുള്ളതിൽ നാം അഭിമാനികളാണ്. ഈ രാജ്യത്തിന്റെ ഉയർച്ചയിൽ നാം ഭാഗവാക്കാകണം. ഭരണഘടനയുടെ ഉടക്കയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതെപ്പോഴും നമ്മൾക്ക് എല്ലാവർക്കും ഓർമ്മ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാജ്യത്തിനും ഇനിയും സമാധാനവും ബർക്കത്തും ഞാമത്തും ഖൈറും ഇസ്സത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ എന്ന് നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കണം. കാരണം എവിടെ ചെന്നാലും റെസ്പെക്ട്. നീ എവിടെ നിന്നാണ്? ഞാൻ ഇന്ത്യക്കാരൻ. ഇന്ത്യയിൽ എവിടെ? കേരള. ഏതെങ്കിലും മുസ്ലിം പണ്ഡിതന്മാരുടെ അടുത്ത് പോകുമ്പോ പറയുമ്പോ ചോദിക്കും, എന്റെ ആരാണ് ഷെയ്ഖ് അബൂബക്കർ? ഞാൻ പറഞ്ഞ അത് മുഹിബ്ബുമല്ല, അതാണ് പണ്ഡിതന്മാർ. ലോകത്തിലെമ്പാടും അദ്ദേഹം പോയി സംസാരിക്കാറുണ്ട്. ജോർദാനിൽ പോവാറുണ്ട്, ഈജിപ്തിൽ പോവാറുണ്ട്, മൊറാക്കോയിൽ പോകാറുണ്ട്, അവിടുത്തെ ഭരണാധികാരികളുമായി സംസാരിക്കാറുണ്ട്, UAE അല്ലെങ്കിൽ ഗൾഫിൽ അദ്ദേഹം പോകാറുണ്ട്. അതാണ് ഇന്ത്യ ഇവിടെ നടത്തിയ പ്രാർത്ഥന. ബഹുമാനപ്പെട്ട ഭരണാധികാരിയും വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അവരുടെ സഹോദരി മരണപ്പെട്ടപ്പോൾ അതാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. കാരണം ആ രാജ്യത്തിനോട് നാം നന്ദി വേണം, അതിന്റെ ഭരണാധികാരികളോട് നന്ദി വേണം. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ആളുകളുടെ ഉപജീവന മാർഗമാണ്. അതാണ് ബഹുമാനപ്പെട്ട ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട ഹിസൈന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇക്കൊല്ലത്തെ റിപ്പബ്ലിക് ഗസ്റ്റാക്കി. അതൊരു അഭിമാനമാണ് ഗൾഫ് രാജ്യങ്ങൾ. ഗൾഫിൽ ജീവിക്കുന്നവർക്ക് അഭിമാനമാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, രാഷ്ട്രപതി ഭവനിൽ വെച്ച് ഞാൻ അദ്ദേഹത്തോട് അവസാനം യാത്ര പറയുമ്പോൾ എന്നോട് ചോദിച്ചാൽ വിളിക്കാൻ പോയി. ഞാൻ പറഞ്ഞു അങ്ങനെ കേരളത്തിൽ പോയി ചെറിയ കാര്യം. അപ്പൊ പറഞ്ഞു, യുവർ ഹൈനസ് വി ആർ പ്രൗഡ് ദാറ്റ് യു വിൽ ദ ചീഫ് ഗസ്റ്റ് ഓഫ് ദിസ് റിപ്പബ്ലിക് ഡേ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ, ലോകം തന്നെ എക്കണോമിക് പവറായി നാം ഉടനെ തന്നെ മാറാൻ പോകുന്ന ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ ഗസ്റ്റായി വന്നു എന്നുള്ളതിൽ ഗൾഫിൽ ജീവിക്കുന്ന UAE ജീവിക്കുന്ന 26 ലക്ഷം ജനങ്ങൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അഭിമാനം കൊണ്ട് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു തന്നെയാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത്, നാം എപ്പോഴും ജീവിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ രീതിയിൽ, ആ രാജ്യം വളരാൻ വേണ്ടി, ആ രാജ്യത്തിന്റെ ഉന്നമനത്തിൽ വേണ്ടി. കാരണം ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായാൽ മാത്രമേ നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് സന്തോഷകരമായി രാജ്യത്ത് ജീവിക്കാൻ സാധ്യമുള്ളൂ. അവർക്ക് അറിവ് നേടാൻ സാധിക്കുകയുള്ളൂ. അറിവ് നേടിയാൽ ലോകത്തിൽ എവിടെയും പോയി ജോലി ചെയ്യാൻ അവർക്ക് സാധ്യമായുള്ളൂ. ആയതുകൊണ്ട് മർക്കസ് ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളും, അപ്പൊ ഞാൻ സ്ഥലം ഉസ്താദ് ഗേറ്റ് വേറൊരു സ്ഥലമാണ്, ഈ സ്ഥലത്തിന് എന്ത് വെച്ചപ്പോ പറഞ്ഞ ആ സ്ഥല സ്കൂൾ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് പൊളിച്ചേറ്റ് ഞാൻ തന്നെ അതിന്റെ ഉത്തരവാദി. കാരണം ഗേറ്റ് ഞാൻ പറഞ്ഞത് ഞാൻ ഇൻഷാ അല്ലാഹ് ഉണ്ടാക്കുന്നത്. ആയതുകൊണ്ട് സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നമ്മളെല്ലാവരും എന്റെ മാതാപിതാക്കളടക്കം മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ആശ്രമം അല്ലാഹു സുബ്ഹാനഹു വ തആല വെളിച്ചമാക്കി കൊടുക്കട്ടെ. ലോകത്ത് മരണപ്പെട്ടു പോയ എല്ലാ മുസ്ലിമീങ്ങളുടെയും മുഅ്മിനീങ്ങളുടെയും എല്ലാവരുടെയും തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് കൊടുത്ത് അവർക്ക് വിചാരണ കൂടാതെ സ്വർഗം കൊടുക്കട്ടെ. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനും എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും ഔദാര്യങ്ങൾക്കും എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചതിനും എന്റെ ലക്ഷ്യമായ ഉറച്ചതയും ചാരിതാർത്ഥ്യവും രേഖപ്പെടുത്തിക്കൊണ്ട് സർവശക്തനായ ലോകസൃഷ്ടാവായ പരമകാരുണ്യകനായി നമ്മളെല്ലാവരെയും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന സർവശക്തനായ ലോകസൃഷ്ടാവായ പരമകാരുണ്യകനായ അല്ലാഹുവിന്റെ തിരുനാമത്തിൽ ഈ അറിവിന്റെ കവാടത്തിലേക്ക് കടക്കാനുള്ള ഈ കവാടം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു.
എന്റെ നാട്ടിൽ നിന്ന് ഉമ്മർ ഹാജി ഉണ്ട്. അദ്ദേഹമായിട്ട് ഉസ്താദ് ഒരു ഫോട്ടോ എടുപ്പിച്ച് ഇവിടെ നിന്ന് നിൽക്കണം. ഇന്നലെ ഞാൻ ജുമാക്ക്